ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയും ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പുട്ടും നമ്മുടെ മുട്ടക്കറി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പുട്ട് അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചോളവും പുട്ടുപൊടി കൊണ്ടാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത്. കോൺ പുട്ടാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പൊടി ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. 2 കുറ്റി പുട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കപ്പ് ഇതുപോലെ നമ്മുടെ ചോളം പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൈ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ ഉപ്പ് നമ്മുടെ ചോളം പൊടിയിലേക്ക് എല്ലാ ഭാഗത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാനൊരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ പുട്ട് റെഡിയാക്കുമ്പോൾ നമ്മൾ പുട്ടിന് ആ പൊടി കുതിർത്തിയെടുക്കുന്നത് പോലെ നമുക്ക് അങ്ങ് കുതിർത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ കുതിർത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം മുഴുവനായിട്ടൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ കുറച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി. ഇപ്പോൾ ഞാനിതുപോലെ അത് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഉടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് നല്ലതുപോലെ തന്നെ അങ്ങ് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ കട്ടകളുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് അതൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ട് 1/2 കപ്പ് വെള്ളം എനിക്കിതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇത്രയും വെള്ളം ഇതിൽ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഒരുമിച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് മാത്രം ഇതങ്ങ് കുതിർത്തിയെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സാധാ നമ്മുടെ പുട്ട് റെഡിയാക്കുന്നത് പോലെ നമ്മുടെ പുട്ടിൻ്റെ അച്ചെടുക്കാം. ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ അച്ചങ്ങ് ഇട്ട് കൊടുക്കാം. പുട്ടുംകുറ്റിയിൽ നമുക്ക് പുട്ടിൻ്റെ അച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് തോനെ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ പുട്ടിലേക്ക് തേങ്ങ നല്ലതുപോലെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് തോനെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടുപൊടിയും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കുറ്റിയിൽ 2 കഷ്ണം പുട്ടാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ 2 കുറ്റിയാണ് ഞാനിപ്പോൾ ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും നമുക്ക് ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ പുട്ടിൻ്റെ ഇത് അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ പുട്ട് റെഡിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മൾ അരിപ്പുട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു പുട്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് തേങ്ങയും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ചും കൂടി തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതുപോലെ വിസിൽ ഊരിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ അടപ്പും അങ്ങ് അടച്ച് വെച്ചിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. നമുക്കിതങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുട്ട് റെഡിയായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മൾ നമ്മുടെ മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ വെല്ലുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുട്ടക്കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ വെല്ലുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്കതുപോലെ ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം ഒരു വഴണ്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു തക്കാളിയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഏകദേശം ഇത് രണ്ടും ഉള്ളിയും തക്കാളിയും കൂടെ ഇത് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി, 4 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീയെ സിമ്മിലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ നല്ലതുപോലെ തന്നെ ഇതൊന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അപ്പോൾ 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ തന്നെ തിളച്ചിട്ട് ഈ മസാലയും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ അങ്ങ് തിളച്ച് വരണം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തപ്പോൾ വിട്ടുപോയതാണ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ പാകത്തിനുള്ളേ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തപ്പോൾ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ട് നല്ലതുപോലെ തന്നെ തിളച്ച് കുറച്ച് വെള്ളം അങ്ങ് വറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് നമ്മുടെ മുട്ടക്കറി റെഡിയാക്കി എടുക്കുന്നത്. 3 മുട്ട പുഴുങ്ങിയെടുത്തിരുന്നു. അപ്പോൾ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട ഇങ്ങനെ പൊട്ടിയിട്ട് പോകുമല്ലോ. അപ്പോൾ എനിക്ക് ഇത്ര മുട്ടയെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയുള്ള മുട്ട പൊട്ടിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ പിഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട കട്ട് ചെയ്യാതെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മസാല നമ്മുടെ മുട്ടയുടെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി അങ്ങ് വറ്റിച്ചെടുക്കാം. കൂടുതൽ വറ്റിച്ചെടുക്കണ്ട, നമ്മൾ പുട്ടുക്കാണല്ലോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് ഗ്രേവി അതിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മല്ലിയില മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നല്ലതുപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2-3-4 മിനിറ്റും കൂടെ നമ്മളിതുപോലെ അങ്ങ് തിളപ്പിച്ച് വരണം. കുറച്ചും കൂടെ ഗ്രേവി അങ്ങ് വറ്റിച്ചെടുക്കാം. നമ്മുടെ മുട്ടയിൽ നല്ല മസാല പിടിച്ചിട്ട് വരും. നമ്മളിതുപോലെ ആ മസാല മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ മുട്ട കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് 2-3-4 മിനിറ്റും കൂടെ ഇതുപോലെ അങ്ങ് തിളപ്പിച്ചിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. കൂടുതൽ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുട്ടുക്ക് മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ട് വേവാൻ വെച്ചത് പുട്ടും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മുടെ പുട്ട് ഇതുപോലെ കുത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ചൂടോടുക്കനെ കഴിക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടാറിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചൂടോടുക്കനെ കഴിക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് വെച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒരു പുട്ടും കൂടെ റെഡിയാക്കി എടുക്കാനുള്ള മാവ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതും കൂടെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ അതും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ 2 ചോളത്തിൻ്റെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാൻ തേങ്ങ കൂടുതലിട്ട് കൊടുത്തോണ്ട് തന്നെ തേങ്ങ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള 2 റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.